റാന്നിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിർത്തിയതും പോലീസുകാരനൊരാൾ വണ്ടിയിൽ ചാടിക്കയറി. യാത്രക്കാരിൽ ചിലരെല്ലാം ആശങ്കപ്പെട്ടു. കയ്യിൽ കരുതിയ കുപ്പിവെള്ളം കണ്ടപ്പോഴാണ് അവർക്കൊക്കെ ഉള്ളൊന്ന് തണുത്തത്. പിന്നെ നീട്ടിയ കൈകളിലേക്കെല്ലാം കുപ്പിവെള്ളം വെച്ചു കൊടുത്തു. ദാഹിച്ചു വളഞ്ഞ ചിലർക്കെല്ലാം വെള്ളം കുടിക്കും മുൻപ് തന്നെ ആശ്വാസമായി. നല്ല ആശ്വാസമുണ്ട്. ഇപ്പം ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യം. യാത്ര തുടങ്ങിയാൽ ലക്ഷ്യസ്ഥാനത്തെത്തുക മണിക്കൂറുകൾ പിന്നിട്ടിട്ടാകും. കുടിവെള്ളവുമായി പുറപ്പെടുന്നവരാണെങ്കിൽ പോലും യാത്ര അവസാനിക്കുന്നതിന് മുൻപായി കുപ്പി കാലിയാകും. മുൻകരുതൽ സ്വീകരിക്കാത്തവരുടെ തൊണ്ട വരളും. ഇടയ്ക്ക് സ്റ്റാൻഡുകളിൽ ബസ് കയറുമെങ്കിലും പലപ്പോഴും പുറത്തു പോയി യാത്രക്കാർക്ക് വെള്ളം വാങ്ങാനുള്ള സാവകാശം ലഭിക്കാറില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സഹജീവിയോടുള്ള ഒരു കടപ്പാടെന്ന നിലയ്ക്കാണ് ആ ദാഹജലം കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തത്. അത് ഈ കാലാവസ്ഥയുടെ ഉഷ്ണതാപം മറ്റും കാരണമാണ് നമ്മൾ ഇത് തയ്യാറെടുത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ ദിവസവും തുടരാനാണ് പദ്ധതി. മുൻപും യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് സബ് ഇൻസ്പെക്ടർ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ഉണ്ട് നമ്മുടെ കൂടെ. ഗുഡ് മോർണിംഗ് അഭിലാൽ. വളരെ എടുത്തു പറയേണ്ട ഒരു പൊതുപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ചൂടുകാലത്ത് ഇത് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ദാഹിച്ച് വലഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഒരു ഇറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. പല സന്ദർഭങ്ങളിലും വാഹനം നിർത്തി വെള്ളം വാങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. പൊതുഗതാഗത സംവിധാനമാണല്ലോ. അപ്പം ആ സാഹചര്യത്തിൽ ഇത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് അല്ലേ അഭിലാലെ? അസർ ഇബ്നു മിർ സാഹിബ് ഔദ്യോഗിക കൃത്യനിർവഹണം എന്നതിനപ്പുറത്തേക്ക് പൊതുജന സേവനത്തിനായി മറ്റൊട്ടനവധി മാർഗങ്ങൾ തേടിയിട്ടുള്ള ഒരാളാണ്. ദീർഘകാലമായി പത്തനംതിട്ടയിൽ ജോലി ചെയ്തു വരുന്ന ഇദ്ദേഹം കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശിയാണ്. ഈ മാസം 31 അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുക കൂടിയാണ്. അപ്പോൾ ഔദ്യോഗിക രംഗത്തെ തൻ്റെ ഓർമ്മകൾ എന്നതിനോടൊപ്പം തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി ഇതര പ്രവർത്തനങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെതുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ ഉണ്ട് 3 സംഭവങ്ങൾ. കോവിഡ് വ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ മാസ്കും സാനിറ്റൈസറും ഒക്കെ തന്നെ നിർബന്ധമാക്കിയിരുന്നപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന് പാതയോരങ്ങളിൽ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാവർക്കും സാനിറ്റൈസറും മാസ്കും വിതരണം ചെയ്ത ആളാണ്. ഒപ്പം തന്നെ കുമ്പഴയിൽ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലത്തെ റോഡിലെ കുഴി അടയ്ക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടായി. അത് മണ്ണ് മാന്ത്രി യന്ത്രം കൊണ്ടുവന്ന് പാറമടയിൽ നിന്നും കോറി വേസ്റ്റ് എത്തിച്ച് നിരത്തി അത്തരത്തിലൊരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ജനോപകാരപ്രദവും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഏറെ ആളുകൾക്ക് ആശ്വാസകരമാകുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തു വന്ന ആളുകൂടിയാണ്. അപ്പം ചുരുക്കത്തിൽ അദ്ദേഹം ഈ കർമ്മരംഗം വിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അഭിലാലെ, അതൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ ഇത്ര നേരം കൊണ്ട് ആ പേരൊന്ന് പഠിക്കുകയായിരുന്നു. അസർ ഇബ്നു മിർ സാഹിബ്. ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ലാത്തൊരു പേരാണ്. കുറച്ച് കടുപ്പമുണ്ട് പറയാനെങ്കിൽ പോലും. പക്ഷേ മനുഷ്യൻ നിങ്ങളെപ്പോലെയുള്ളവരാണ് നമ്മുടെ നാടിന് വേണ്ടത്.